നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ മമ്മിയെ രക്ഷിച്ച് എൻ്റെ അടുത്ത് എത്തിക്കണം. മമ്മിയെ കണ്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് കാണാൻ പറ്റണം. കണ്ടിട്ട് ഒരുപാട് നാളായി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷ പ്രിയ എന്നവരുടെ മകളുടെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. 2018 നിമിഷ പ്രിയയെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അവിടുത്തെ ഒരു യമൻ പൗരനെ വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിമിഷ പ്രിയക്ക് വധശിക്ഷ വിധിച്ച് എന്നുള്ള ഒരു കാര്യം. ഏതായാലും ആ കേസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്തായാലും നിമിഷ പ്രിയയുടെ മകളുടെ വാക്കുകൾ കേട്ടപ്പോഴും അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴും തീർച്ചയായിട്ടും ആ സഹോദരി ആ വധശിക്ഷയിൽ നിന്ന് മോചിതനായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ടത് ഓരോ മലയാളികളുടെയും ആഗ്രഹമാണ്. എന്നാൽ നിമിഷ പ്രിയ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ യമൻ കുടുംബം മാപ്പ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിമിഷ പ്രിയ ജയിൽ മോചിതരാകാതെ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ MA യൂസഫ് അലി അതിനു വേണ്ടി വളരെയധികം പ്രയത്നം ചെയ്തതാണ്. അതായത് ബ്ലഡ് മണി കൊടുക്കാനും മറ്റുമൊക്കെ. ഇപ്പോൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിമിഷ പ്രിയയുടെയും മോചനം രീതിയിലേക്കുള്ള ശബ്ദം ഉയർന്നു വന്നത്. നിമിഷ പ്രിയ വധശിക്ഷയിൽ നിന്ന് മോചിതനാകാനുള്ള കാരണം പച്ചക്ക് വർഗീയത പരത്തുന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത്. റഹീം ആയതുകൊണ്ട് മാത്രമാണ് 34 കോടി രൂപ സ്വരൂപിച്ച് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്തുകൊണ്ട് നിമിഷ പ്രിയക്ക് അത്തരമുള്ള കാര്യം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇതിനെക്കുറിച്ചിട്ട് അറിയുന്നവർക്കറിയാം. അവിടുത്തെ യമൻ പൗരന്റെ കുടുംബം നിമിഷ പ്രിയക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ നിമിഷ പ്രിയ വധശിക്ഷയിൽ നിന്ന് മോചിതനാകാൻ പറ്റൂ. ഇപ്പോ റഹീമിന് എല്ലാവരും കൈകോർത്തതുപോലെ റഹീമിന് കൈകോർത്തത് 34 കോടി രൂപ സ്വരൂപിച്ച് റഹീമിന് വേണ്ടി കൈകോർക്കാനുള്ള കാരണം റഹീം അകപ്പെട്ട കേസിലെ കുടുംബം മാപ്പ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് റഹീം വധശിക്ഷയിൽ നിന്ന് ഒഴിവായത്. അങ്ങനെയാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ടി മലയാളികൾ ഒന്നടക്കം രംഗത്ത് വന്നത്. അതുപോലെ തന്നെ നിമിഷ പ്രിയക്കും യമൻ പൗരന്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിമിഷ പ്രിയയും വധശിക്ഷ ഒഴിവാക്കി റഹീമിനെ കൊണ്ടുവരുന്നത് പോലെ തന്നെ കൊണ്ടുവരാൻ മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ മറന്നുകൊണ്ട് മുന്നോട്ടിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ ഈ വിഷയം മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അത് നമ്മുടെ നാട്ടിന് വലിയൊരു അപകടമാണ്. കാരണം ഇവിടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യർ എന്നുള്ള രീതിയിലാണ് ഏതൊരു വിഷയങ്ങളും വരുമ്പോൾ ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഒന്നിക്കാൻ